സത്യഭാമയുടെ ദേഷ്യമൊക്കെ കണ്ട് രാഘവൻ നായർ തിരക്കുകയാണ് എന്താ ഭാമേ ഉണ്ടായതെന്ന്. ഒന്നും മിണ്ടാതെ ഭാമ നിൽക്കുമ്പോൾ വിഷ്ണുവും തിരക്കുകയാണ് എന്താ അമ്മേ പ്രശ്നം, ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടായോന്ന്. അന്നേരം ഭാമ പറയുകയാണ് പ്രശ്നം ഈ വീടിനെ ബാധിച്ചിരിക്കുന്ന ധൂമകേതു തന്നെ, അത് ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ലെന്ന്. പെട്ടെന്ന് ഭാമയുടെ ദേഷ്യമൊന്നടങ്ങി ശാന്തമാവുകയാണ്. തുടർന്ന് തറയിൽ പൊട്ടിച്ചിതറി കിടക്കുന്ന പ്ലേറ്റും ലഡുവൊക്കെ ഭാമ ശ്രദ്ധിക്കുന്നു. അന്നേരം സുസ്മിതയോട് പറയുകയാണ് സോറി മോളെ, നിന്നോടല്ല ആൻറ്റി ദേഷ്യം കാണിച്ചത്, ഈ പെട്ടിയെടുത്ത് കൊണ്ടുപോയി അകത്ത് വെക്കുക എന്ന് സുസ്മിതയോട് പറയുന്നു. അതേസമയം പെട്ടിയെടുക്കുന്ന സുസ്മിത കരുതുകയാണ് പെട്ടിക്ക് നല്ല കനമുണ്ടല്ലോ, അപ്പോൾ ശാലിനി എന്തായാലും പണം വാങ്ങിയില്ല, വെറുതെ ലഡു ഉരുട്ടി എന്നൊക്കെ ചിന്തിച്ചങ്ങനെ നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് രാഘവൻ നായരും കരുതുകയാണ് ധൂമകേതു എന്ന് പറയണമെങ്കിൽ അത് ഭാമ പറഞ്ഞത് ശാലിനിയെ തന്നെ ആയിരിക്കും, അവൾ ഒഴിഞ്ഞു പോകുമെന്ന സന്തോഷത്തിലായിരിക്കും ഒരുപക്ഷെ സുസ്മിത ലഡു വിളമ്പിയത്. അന്നേരം സുസ്മിത പെട്ടിയുമായി പോകാനൊരുങ്ങുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ് സുസ്മിത ഒന്ന് നിൽക്കണം, നിന്റെ ഭാമാൻറ്റി വന്നാൽ ഇവിടെ പൊടി പൂരം എന്നല്ലേ പറഞ്ഞത്, ദേ ലഡുവിൻ്റെ പൊടി കിടപ്പുണ്ട്, അതെടുത്ത് കഴിക്ക് എന്ന് പറഞ്ഞ് കളിയാക്കുന്നു രാഘവൻ നായർ. ഇയാളെ ഞാൻ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പെട്ടിയുമായി അകത്തേക്ക് പോകുന്നു സുസ്മിത. തുടർന്ന് സത്യഭാമ പറയുകയാണ് സത്യഭാമ തോറ്റു എന്ന് കരുതി ആരും ഇവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനൊന്നും നിൽക്കണ്ട, നാളത്തെ ദിവസം സത്യഭാമയുടേതാണ്. ഇത് എല്ലാം കണ്ട ശേഷം എന്താ അച്ഛാ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ് എടാ പണം കൊണ്ട് എല്ലാം വിലയ്ക്ക് വാങ്ങാം എന്ന് കരുതുന്നവളാണ് നിന്റെ അമ്മ. സ്നേഹം, കരുണ, ദയ എല്ലാം വിലയ്ക്ക് വാങ്ങാം എന്നവൾ കരുതിയിട്ടുണ്ടാകും. ഒരുപക്ഷെ ശാലിനിക്കും വിലയിടാൻ അവൾ ശ്രമിച്ചിട്ടുണ്ടാകും, പക്ഷേ അതിന് കഴിഞ്ഞിട്ടുണ്ടാകില്ല. അവളുടെ പത്തി നോക്കി തന്നെ ശാലിനി അടിച്ചിട്ടുണ്ടാകും, അതിൻ്റെ കെറിവാണ് ഈ കാണിച്ചതൊക്കെ. തുടർന്ന് ദേഷ്യത്തോടെ റൂമിലേക്ക് വരുന്ന ഭാമ സുസ്മിതയോട് മോള് പോയി കുറച്ച് വെള്ളമെടുത്തേന്നും പറഞ്ഞ് സുസ്മിതയെ പറഞ്ഞു വിടുന്നു. എന്നിട്ട് പെട്ടിയൊക്കെ ഒന്നുകൂടി ദേഷ്യത്തോടെ കട്ടിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ശാലിനിയോട് ശാരദാമ്മ വന്ന് തിരക്കുകയാണ് മോളെ നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ എന്ന്. അന്നേരം ശാലിനി പറയുകയാണ് വേണ്ടമ്മേ എനിക്ക് വിശപ്പില്ല. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട് പുസ്തകം കണ്ടാൽ പിന്നെ നിനക്ക് വിശപ്പും ദാഹവും ഒന്നും കാണില്ല. തുടർന്ന് ശാലിനി പറയുകയാണ് വയറ് നിറഞ്ഞാൽ പിന്നെ ഉറക്കം വരുമമ്മേ, ഇപ്പോൾ എനിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ IAS എക്സാം എങ്ങനെയെങ്കിലും എഴുതി പാസ്സാകണം. എന്നാലും ഈ സമയത്ത് എന്ന് ശാരദാമ്മ പറഞ്ഞ് ശങ്കിക്കുമ്പോൾ ശാലിനി ചോദിക്കുകയാണ് ഈ സമയത്തിന് എന്താ കുഴപ്പം, നീയല്ലേ പറഞ്ഞത് നീ ഗർഭിണിയാണെന്ന്. അന്നേരം ശാലിനി പറയുകയാണ് അമ്മ ഒന്ന് പോയേ, എനിക്ക് കോൺസെൻട്രേഷൻ വേണം, ഭക്ഷണം കഴിക്കാതിരുന്നുള്ള പഠിത്തം എന്താണാവോന്നും പറഞ്ഞ് അങ്ങ് അടുക്കളയിലേക്ക് പോവുകയാണ് ശാരദാമ്മ. തുടർന്ന് വിഷ്ണു ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. ഫോൺ എടുക്കാതെ തന്നെ അതിലേക്ക് നോക്കിയിട്ട് ശാലിനി പറയുകയാണ് ഇതിപ്പോൾ എന്താ. അന്നേരം വിഷ്ണു ചിന്തിക്കുന്നുണ്ട് ഇവൾക്ക് എന്താ ഫോൺ എടുത്തൂടെ. അന്നേരം വീണ്ടും ശാലിനി പറയുകയാണ് എടുക്കാതിരുന്നാൽ വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും, എടുക്കാം എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുകയാണ് ശാലിനി. ശാലിനിയെ കിട്ടിയ സന്തോഷത്തിൽ ഹലോ ഇയാളവിടെ എന്ത് ചെയ്യാന്ന് വിഷ്ണു ചോദിക്കുന്നു. അന്നേരം ശാലിനി പറയുകയാണ് അതെ ഞാനേ മുടി മുറിക്കാൻ വേണ്ടി ബാർബർ ഷോപ്പിലേക്ക് കയറിയതാണ്, മുട്ടയടിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. അത് കേട്ട് അമ്പരന്ന് അയ്യോ മുടി മുറിക്കാനോന്നും പറഞ്ഞ് കിടന്ന വിഷ്ണു കട്ടിൽ നിന്നും ചാടിയങ്ങ് എഴുന്നേക്കുന്നു. അന്നേരം ശാലിനി പറയുകയാണ് എടോ മാഷെ ഇയാൾക്ക് അറിഞ്ഞുകൂടെ ഞാനിവിടെ കുത്തിയിരുന്ന് പഠിക്കുകയാണെന്ന്. അല്ല ഇടയ്ക്ക് ഞാൻ വിളിച്ച് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കണ്ടേ. അല്ല എന്താണാവോ അറിയേണ്ടതെന്ന് ശാലിനി ചോദിക്കുന്നു. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് അല്ല അവിടെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ. അന്നേരം വീണ്ടും കളിയാക്കി ശാലിനി ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇയാളിപ്പോൾ ഒന്ന് പെയ്യിക്കുമോ. മഴയുടെയും കാറ്റിൻ്റെയും കാര്യമൊക്കെ ഇയാൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ വിളിച്ച് ചോദിച്ചാൽ മതി, തൽക്കാലം എനിക്ക് പഠിക്കാനുണ്ട്, ഞാൻ ഫോൺ വയ്ക്കുകയാണെന്ന് ശാലിനി പറയുന്നു. അതേന്നും പറഞ്ഞ് വിഷ്ണു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുടുംബശ്രീ വീട്ടിലങ്ങ് കറണ്ട് പോകുന്നു. അയ്യോ കറണ്ട് പോയി എന്ന് ശാലിനി പറയുമ്പോൾ ആഹാ അവിടെ കറണ്ട് പോയോ എന്ന് വിഷ്ണു ചോദിക്കുന്നു. എന്നാലേ ഇയാൾക്കത് ഉണ്ടാക്കി തരാൻ പറ്റുമോ. അന്നേരം വിഷ്ണു പറയുകയാണ് അത് വേണമെങ്കിൽ ഒരു 1.5 ചാക്ക് നോക്കാം, അല്ലെങ്കിൽ 2 ചാക്ക് മതിയോ. അതെ എനിക്ക് ഫൈനലായി എല്ലാം കൂടി ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യണം, മെഴുകുതിരി വെട്ടത്തിലിരുന്ന് വേണം ഇനി പഠിക്കാൻ, 2 ദിവസമായിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടുമില്ല. അതേസമയം മെഴുകുതിരിയൊക്കെ എടുത്ത് കത്തിച്ച് ശാലിനി പറയുകയാണ് ഞാനേ വെളിച്ചം കിട്ടാനായിട്ട് ഒരു വഴി തേടി നിൽക്കുമായിരുന്നു, ഇപ്പോൾ എന്തായാലും കിട്ടി, ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറയുകയാണ് ശാലിനി. അന്നേരം വെക്കല്ലേ എന്ന് പറഞ്ഞ് വിഷ്ണു പറയുകയാണ് അല്ല ഇയാൾ നാളെ എങ്ങനെയാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. അന്നേരം വിഷ്ണുവിൻ്റെ റൂമിൻ്റെ വാതിൽക്കലേക്ക് സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് സുസ്മിത വരുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ് എല്ലാവരും പോകുന്നത് പോലെ രാവിലെ പേനയും എടുത്ത് നടന്നങ്ങ് പോകും.
അന്നേരം കളിയാക്കിയിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, അല്ല കൂടെ ആരെങ്കിലും വരുന്നുണ്ടോയെന്ന്. തുടർന്ന് ശാലിനി പറയുകയാണ്, വീട്ടിൽ നിന്നും 8-10 കിലോമീറ്ററേ ഉള്ളൂ, അതിനിപ്പോൾ കൂടെ ആരും വേണമെന്നില്ല. പിന്നെ ശ്യാമയെ കൂടെ കൊണ്ടുപോയാലോന്ന് ഒരാലോചനയുണ്ട്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, അതെന്തിനാ ശ്യാമ, ഞാനില്ലേ? അന്നേരം ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ് സുസ്മിത. അന്നേരം ശാലിനി പറയുകയാണ്, ഒരു എക്സാമിന് ഇയാളെ കൂടെ കൊണ്ടുപോയതിൻ്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല. ഇത്തവണയും അത് വേണോ മാഷേ എന്ന് ചോദിക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു പറയുകയാണ്, ഇത്തവണ ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഇയാൾ സിവിൽ സർവീസ് എക്സാം എഴുതുമ്പോൾ ഞാനും കൂടെ വേണമെന്ന് എനിക്കൊരു ആശയുണ്ട്. ഇയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ, ഏറ്റവും വലിയ പ്രതീക്ഷ, ആഗ്രഹം. അപ്പം ഞാനും കൂടി വരാം, പ്ലീസ് എന്നും പറഞ്ഞ് കെഞ്ചുകയാണ് വിഷ്ണു. എന്നാൽ ശരി, പരിഗണിക്കാം എന്ന് ശാലിനി പറയുമ്പോൾ സന്തോഷം എന്ന് പറഞ്ഞ് പറയുകയാണ് വിഷ്ണു. എന്നാലേ ശരി, എനിക്ക് പഠിക്കാൻ, ഞാൻ ഫോൺ വയ്ക്കുകയാണെന്ന് ശാലിനി പറയുന്നു. ശരി പഠിച്ചോ എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് വിഷ്ണുവും. തുടർന്ന് കറണ്ടിന് ഇനിയിപ്പോൾ എന്താ ചെയ്യുക, KCB ഒന്ന് വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ ചെയ്യുകയാണ് വിഷ്ണു. തുടർന്ന് അന്വേഷിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫോമർ കത്തിപ്പോയി, ഇന്നിന് പ്രതീക്ഷിക്കേണ്ട, നാളെ രാവിലെ കറണ്ട് വരുമെന്ന് അവിടെ നിന്ന് അറിയിക്കുന്നുണ്ട്. തുടർന്ന് കുറേ ആലോചിച്ച ശേഷം ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞ് വണ്ടിയുമെടുത്ത് പോവുകയാണ് ഭാമയുടെ വീട്ടിൽ നിന്നും വിഷ്ണു. ഇതെല്ലാം കണ്ട് സുസ്മിത കരുതുകയാണ്, അവൾക്ക് വെളിച്ചം എത്തിക്കാനുള്ള പോക്കായിരിക്കും. ഈ പ്രപഞ്ചത്തിലെ സകല പ്രകാശവും കിട്ടിയാലും നാളെ നിനക്ക് IAS എക്സാം എഴുതാനായിട്ട് കഴിയില്ല ശാലിനി. തുടർന്ന് മെഴുകുതിരി വെട്ടത്തിലിരുന്ന് പഠിക്കുന്ന ശാലിനിയെയും വണ്ടി ഓടിച്ചു പോകുന്ന വിഷ്ണുവിനെയും മാറി മാറി കാണിക്കുന്നുണ്ട്. തുടർന്ന് കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുന്ന വിഷ്ണു വരാന്തയിലേക്ക് നോക്കിയിട്ട് പറയുകയാണ്, എവിടെ കാണാനില്ലല്ലോ, സാധാരണ വരാന്തയിലാണല്ലോ താവളം. അന്നേരം ഇപ്പുറത്തിരുന്ന് പഠിക്കുന്ന ശാലിനി ശ്രദ്ധിക്കുകയാണ്, ഈ സമയത്ത് ഇങ്ങേരിതെന്തിനാ വരുന്നത്, സമയം മൊത്തം പോയി കിട്ടുമല്ലോ. അന്നേരം ഹോട്ടലിലിരുന്ന് പഠിക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വിഷ്ണു. ഈ സമയത്ത് എന്താ ഇവിടെയെന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, കറണ്ട് പോയിരിക്കുകയല്ലേ, പഠിക്കുകയായിരിക്കുമല്ലേ, നല്ല നിലാവുണ്ടല്ലോ, പൗർണമി ആയിരിക്കും അല്ലേ? ആണെങ്കിൽ എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, ദേ ഇയാൾ അങ്ങോട്ട് നോക്കിക്കേ, പൂർണ്ണ ചന്ദ്രൻ, നക്ഷത്രങ്ങളുമുണ്ട്, അവരെല്ലാം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആണോ, എന്നാലേ ഞാൻ അവരെ കണ്ടുകൊണ്ടിരിക്കാനുള്ള മൂഡിലല്ല എന്ന് ശാലിനി പറയുന്നു. അന്നേരം വിഷ്ണു പറയുകയാണ്, ആണോ എങ്കിലേ നല്ല തണുപ്പുണ്ട്, മൂഡ് ചിലപ്പോൾ മാറിയെന്നിരിക്കും. എന്താ ഉദ്ദേശമെന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അല്ല ഞാൻ ഇയാൾക്കൊരു കമ്പനി തരാനായിട്ട്. അന്നേരം ശാലിനി പറയുകയാണ്, കമ്പനി തരാനായിട്ട് ഞാനിവിടെ ഇരുന്ന് കോണിയും പാമ്പും ഒന്നും കളിക്കുകയല്ല. സിവിൽ സർവീസ് എക്സാമിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് പരീക്ഷ. ഇന്നത്തെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഫോൺ ചെയ്ത് തന്നെ എൻ്റെ 10 മിനിറ്റ് കളഞ്ഞു. നാശം പിടിക്കാനായിട്ട് ദേ ഇപ്പോൾ കറണ്ടുമില്ല. അന്നേരം വിഷ്ണു പറയുകയാണ്, എടോ അതിനല്ലേ ഞാൻ വന്നിരിക്കുന്നത്. അന്നേരം കളിയാക്കി ശാലിനി ചോദിക്കുകയാണ്, ഞാൻ ഉള്ളത് കൊണ്ടെന്താ, വെളിച്ചം പ്രസരിപ്പിക്കാനേ സൂര്യനൊന്നും അല്ലല്ലോ ഈ ഞാൻ. ഇയാൾക്ക് വെളിച്ചമല്ലേ വേണ്ടത് എന്ന് വിഷ്ണു ചോദിക്കുന്നു. അന്നേരം ശാലിനി പറയുകയാണ്, അതിനിപ്പോൾ എവിടെ നിന്ന് കൊണ്ടുവരാനാണ്, ട്രാൻസ്ഫോമർ കത്തിപ്പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അത്യാവശ്യത്തിനായി മൂലമറ്റത്ത് പോയി കുറച്ച് വേണമെങ്കിൽ പൊതിഞ്ഞെടുത്തോണ്ട് വാ. അന്നേരം കത്തിത്തീരുന്ന മെഴുകുതിരി നോക്കി ശാലിനി പറയുകയാണ്, അവസാനത്തെ മെഴുകുതിരിയും തീരാറായി. ഈ സംസാരിച്ച് നിൽക്കുന്ന സമയമുണ്ടായിരുന്നെങ്കിലേ എനിക്ക് 4 അക്ഷരം പഠിക്കാമായിരുന്നു. അന്നേരം കളിയാക്കി വിഷ്ണു ചോദിക്കുകയാണ്, അപ്പോൾ ഇയാൾ ഇതുവരെ അക്ഷരം മൊത്തവും പഠിച്ചു തീർന്നിട്ടില്ലേ, പിന്നെയാണോ സിവിൽ സർവീസ് എക്സാം എഴുതാൻ പോകുന്നത്? അന്നേരം ശാലിനി പറയുകയാണ്, അയ്യട ഈ സമയത്തെ വളിച്ച തമാശയൊന്നും പറയരുതേ, കേട്ടിട്ടാണെങ്കിൽ എനിക്ക് ചിരിയും വരുന്നില്ല. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, അല്ല ഇയാൾക്കിപ്പോൾ എന്താ വേണ്ടത്? ശാലിനി പറയുകയാണ്, എനിക്കൊന്നും വേണ്ട, ഒന്ന് പോയി തന്നാൽ മതി. അപ്പോൾ ഈ മെഴുകുതിരി തീർന്നാലേ ഇയാളിനി എങ്ങനെ പഠിക്കും? അന്നേരം ശാലിനി പറയുകയാണ്, ഞാൻ മൊബൈലിൻ്റെ ടോർച്ച് ഓൺ ആക്കിയിട്ട് പഠിച്ചോളാം. വീണ്ടും വിഷ്ണു പോകാൻ തുടങ്ങുന്ന ശാലിനിയുടെ കൈക്ക് പിടിച്ച് നിർത്തിയിട്ട് വിഷ്ണു ചോദിക്കുകയാണ്, അപ്പോൾ മൊബൈലിൻ്റെ ബാറ്ററി തീർന്നു പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? എൻ്റെ വിധിയെന്ന് കരുതി ഞാനങ്ങ് സമാധാനിക്കും. പാതിരാത്രി സൂര്യനെയൊന്നും ഉദിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. വീണ്ടും ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ നില്ല് എന്നും പറഞ്ഞ് 2 കൈയും കൊണ്ട് ശാലിനിയെ പിടിച്ചു നിർത്തിയിട്ട് ഉദിപ്പിച്ച് തരട്ടെ എന്ന് ചോദിക്കുന്നു. അന്നേരം ശാലിനി നോക്കുമ്പോൾ പറയുകയാണ്, അല്ല സൂര്യനെ ഉദിപ്പിച്ച് തരട്ടെ എന്ന്. ഒരുമാതിരി കളിയടിക്കല്ലേ എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുകയാണ്, കളിയല്ലടോ, ദേ ഇയാൾ കണ്ടോ? തുടർന്ന് വിഷ്ണു പോയി ഹോട്ടലിൽ നിന്നും ഒരു ഡെസ്കും ബെഞ്ചും എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ കണ്ടോ എന്ന് വിഷ്ണു പറയുന്നു. അതിനുശേഷം വിഷ്ണു ചോദിക്കുകയാണ്, അല്ല സാധാരണ വരാന്തയിലാണല്ലോ ഇയാളുടെ IAS കോച്ചിങ്, ഇന്നിപ്പോൾ എന്തു പറ്റി ഇങ്ങോട്ടത്തേക്ക് മാറ്റാനായിട്ട്? അത് കറണ്ട് ഇല്ലാത്തപ്പോൾ അവിടെ എങ്ങനെയാണ് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നത്? അന്നേരം ചിരിച്ച് വിഷ്ണു പറയുകയാണ്, അപ്പോൾ ഭൂതപ്രേത പിശാചുകളല്ലേ എടോ, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. അന്നേരം ചിരിച്ച് ശാലിനി ചോദിക്കുകയാണ്, എന്ത് ഭൂതത്തിന് പകരമോ? അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, അയ്യ ഇപ്പോൾ ആരാണ് വളിച്ച കോമഡി പറയുന്നത്? തുടർന്ന് വിഷ്ണു ശാലിനി പഠിച്ചുകൊണ്ടിരുന്ന ബുക്കൊക്കെ എടുക്കുകയാണ്. എടോ
അയ്യോ അതെന്തിനാ എടുക്കുന്നതെന്ന് ശാലിനി ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം. എന്നിട്ട് വിഷ്ണു പറയാണ്, ഡെസ്കിനേക്കാൾ വെയിറ്റ് ആണല്ലോ ഈ ബുക്കിന് എന്ന് പറഞ്ഞിട്ട് പുറത്തേക്കിട്ട ഡെസ്കിന് പുറത്തേക്ക് പേനയും പേപ്പറും ബുക്കും ഒക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട് വിഷ്ണു. ഇതെന്തിനാ ഇവിടെ കൊണ്ടുവയ്ക്കുന്നത്, എൻ്റെ സമയം കളയാനാണോ എന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയണേ, എടോ ഒന്ന് ക്ഷമിക്കടോ. അന്നേരം ശാലിനി പറയണേ, ക്ഷമിച്ച് എൻ്റെ സമയം മൊത്തം കളഞ്ഞു. അതിനുശേഷം വിഷ്ണു വണ്ടിയെടുത്ത് ഹോട്ടലിൻ്റെ മുന്നിലേക്ക് ഹെഡ്ലൈറ്റ് ഓണാക്കി വയ്ക്കുന്നുണ്ട്. ആ വെട്ടമടിച്ച് കണ്ണങ്ങ് മറയ്ക്കുകയാണ് ശാലിനി. എന്നിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ശേഷം വിഷ്ണു പറയുകയാണ്, ദേ വെട്ടം റെഡി ആയിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടി മൂലമറ്റത്തേക്കൊന്നും പോകേണ്ടി വന്നില്ല. ഇനിയിപ്പോൾ വെളിച്ചമില്ലാത്തത് കൊണ്ട് കളക്ടറാകാൻ പറ്റിയില്ല എന്ന് വേണ്ട. അന്നേരം സ്നേഹത്തോടു കൂടി വിഷ്ണുവിനെ ശാലിനി നോക്കി അങ്ങ് നിൽക്കുമ്പോൾ എടോ പഠിക്ക് എന്ന് വീണ്ടും പറയുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി അവിടെ ഇരുന്ന് പഠിക്കുന്നു. വണ്ടിക്ക് നേരെ നോക്കിയിരിക്കുന്ന ശാലിനിയോട് വിഷ്ണു പറയുകയാണ്, ഇയാളെ കുറച്ച് തിരിഞ്ഞിരുന്ന് പഠിക്ക്. വണ്ടിയുടെ ലൈറ്റ് അടിച്ചാലേ കണ്ണ് കേടാവും. കണ്ണ് കേടായ കളക്ടർ വേണ്ട. തുടർന്ന് കൂടെ വിഷ്ണുവും ഇരിക്കുന്നുണ്ട്. എടോ എന്തൊരു പഠിത്തമാ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു തിരിഞ്ഞിരുന്നിട്ട് പറയുകയാണ്, എടോ ഒരു കാര്യം ചെയ്, താൻ എൻ്റെ പുറത്തേക്ക് ചാരിയിരിക്ക്, ഒരു സപ്പോർട്ടുമാകുമല്ലോ. ശാലിനി അതിന് മടിച്ചു നിൽക്കുമ്പോൾ എടോ എൻ്റെ പുറത്തേക്ക് ചാരി ഇരുന്നോളാൻ എന്ന് വീണ്ടും വിഷ്ണു പറയുന്നു. തുടർന്ന് വിഷ്ണുവിൻ്റെ പുറത്ത് ചാരി ഇരുന്ന് പഠിക്കുകയാണ് ശാലിനി. അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ വിഷ്ണു ചോദിക്കുകയാണ്, അതെ ഇയാൾ എഴുതുമോ? അതെ, ഞാൻ എഴുതാൻ വേണ്ടിയല്ലേ നാളെ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. അന്നേരം വിഷ്ണു പറയുകയാണ്, അതല്ല, ഈ കളക്ടറൊക്കെ ആകുന്നവർ അവരുടെ ജീവിത ചരിത്രം ഓരോ പുസ്തകങ്ങളൊക്കെ ആക്കി എഴുതാറില്ലേ? അന്നേരം സർവീസ് ഹിസ്റ്ററി എന്ന് പറയുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു പറയണം, അത് തന്നെ, അത് എഴുതുമ്പോഴേ ഇത് എഴുതുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അന്നേരം ഏത് എന്ന് ശാലിനി ചോദിക്കുന്നു. വിഷ്ണു പറയുകയാണ്, അതെ പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാനായിട്ട് ഞാനിങ്ങനെ ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ഓണാക്കിയിട്ടൊക്കെ തന്നത്, പരിഗണിക്കാം എന്ന് പറയുകയാണ്. അത് കേട്ട് ശാലിനി. തുടർന്ന് വിഷ്ണു പറയുകയാണ്, ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിലൊക്കെ ഇരുന്ന് പ്രസിഡൻ്റായ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നേരം എബ്രഹാം ലിങ്കൺ എന്ന് പറയുകയാണ് ശാലിനി. എന്നിട്ട് ശാലിനി പറയുകയാണ്, അതേപോലെ പ്രസിഡൻ്റായ ഒരാളുണ്ട് ഈ നാട്ടിൽ, അതാണ് അബ്ദുൽ കലാം. അന്നേരം വിഷ്ണു പറയുകയാണ്, അപ്പോൾ ഞാനും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചോട്ടിലിരുന്ന് പഠിച്ചാൽ മതിയായിരുന്നു, അപ്പോൾ എനിക്കും പ്രസിഡൻ്റ് ആകാമായിരുന്നു. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, പിന്നെന്താ പഠിക്കാതിരുന്നത്? അന്നേരം വിഷ്ണു പറയുകയാണ്, അതെങ്ങനെ പഠിക്കും, വീട്ടിൽ നിറച്ച് ലൈറ്റല്ലേ. തുടർന്ന് വിഷ്ണുവിൻ്റെ പുറത്ത് ചാരിയിരുന്ന് ശാലിനി ഇരുന്ന് കുറേ നേരം പഠിക്കുകയാണ്. അതേസമയം ഭാമയുടെ വീട്ടിൽ മുറ്റത്തേക്ക് ഇറങ്ങി ആരും കാണാതെ ബാലചന്ദ്രനെ ഫോൺ ചെയ്യുകയാണ് സുസ്മിത. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചത്, കൂട്ടത്തിൽ എനിക്കും. അല്ലാതെ സുസ്മിത വിളിക്കില്ലല്ലോ എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. എങ്കിൽ കേട്ടോ, നാളെ ഇവിടെ നിന്ന് ഒരാൾ കളക്ടർ പരീക്ഷ എഴുതി ഫേഷ്കാറാകാൻ പോകുന്നുണ്ട്. ആ യാത്രയൊന്നും മുടക്കണം. ആരെന്ന് ചോദിക്കുകയാണ് അന്നേരം ബാലചന്ദ്രൻ. തുടർന്നത് ശാലിനിയാണെന്ന് ബാലചന്ദ്രൻ മനസ്സിലാക്കുന്നു. സുസ്മിത പറയുകയാണ്, അവൾ ഒരു പരീക്ഷയിൽ തോറ്റു, പക്ഷേ ഇനിയൊരു പരീക്ഷ കൂടി എഴുതിയാൽ അവൾ പാസ്സാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത്രയ്ക്ക് വീറും വാശിയുമുണ്ട് അവൾക്ക്. ഈ എക്സാം കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂ എന്ന കടമ്പ മാത്രമേ അവൾക്ക് മുൻപിൽ ഉണ്ടാകൂ. നാളെ പരീക്ഷ എങ്ങാനും പാസ്സായി അവൾ കളക്ടർ ആയാൽ പിന്നെ നമ്മളൊന്നും ഈ നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് ഞാൻ പറയാതെ തന്നെ ബാലചന്ദ്രന് അറിയാമല്ലോ. അന്നേരം ബാലചന്ദ്രൻ പറയുകയാണ്, മനസ്സിലായി സുസ്മിതയെ. സുസ്മിത ധൈര്യമായിട്ട് ഫോൺ വെച്ചോ. അവൾ നാളെ പരീക്ഷ എഴുതില്ല. അവൾക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നാളെ ഇട്ട് കൊടുക്കുന്നത് ഈ ബാലചന്ദ്രനാണ്. അതേസമയം തൻ്റെ തോളിൽ ചാരിയിരുന്ന് പഠിക്കുന്ന ശാലിനിയോട് വിഷ്ണു ചോദിക്കുകയാണ്, അതെ ഈ കളക്ടറിൻ്റെ മുകളിൽ ആരാണ്? അന്നേരം ശാലിനി മന്ത്രി എന്ന് പറയുന്നു. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ ഇയാൾക്ക് മന്ത്രിയാകാൻ വേണ്ടി പഠിച്ചാൽ പോരെ? മന്ത്രിയാകാൻ വേണ്ടി പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ശാലിനി പറയുന്നു. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, എങ്കിലേ പിന്നെ എന്തിനാ ഇയാൾ പഠിക്കുന്നത്? ഇയാളെ ഞാൻ മന്ത്രിയാക്കാമല്ലോ. ആകെ ക്ഷമ കെട്ട് ശാലിനി പറയുകയാണ്, അതെ ഇനി ഇവിടെ ഇരുന്ന് ഒരക്ഷരം സംസാരിച്ചാലേ ഈ പേന കൊണ്ട് ഞാൻ കുത്തിക്കൊല്ലും. അത് കേട്ട് വിഷ്ണു മനസ്സിൽ കരുതുകയാണ്, വേണ്ട, പെൻസിൽ കൊണ്ട് കുത്തിയിട്ടുള്ള മരണം ഒരു ധീരന് ചേരുന്നതല്ല. അന്നേരം വിഷ്ണു വീണ്ടും എന്തോ പറയാനായിട്ട് വരികയാണ്. വേണ്ടാന്ന് വിചാരിച്ചിട്ട് വിഷ്ണു പെട്ടെന്ന് അങ്ങ് എഴുന്നേൽക്കുന്നു. അന്നേരം ശാലിനി ബെഞ്ചിലേക്ക് അങ്ങ് വീഴുകയാണ്. ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് ശാലിനി ചോദിക്കുകയാണ്, അല്ല ഇയാൾ എഴുന്നേൽക്കുകയാണെങ്കിൽ ഇയാൾക്കൊന്ന് മിണ്ടിക്കൂടെ? അന്നേരം വിഷ്ണു സങ്കടത്തോടെ പറയുകയാണ്, അല്ല ഇയാളല്ലേ പറഞ്ഞത് ഒരക്ഷരം മിണ്ടരുതെന്ന്? മിണ്ടിയാൽ എന്നെ കുത്തുമെന്നല്ലേ പറഞ്ഞത്, അതും പെൻസിൽ വെച്ചിട്ട്. അയ്യോ നമ്മളില്ലേ, ഇയാൾ വലിയ കളക്ടറല്ലേ, നമ്മൾ പാവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് നിൽക്കുകയാണ് വിഷ്ണു. തുടർന്ന് മേശപ്പുറത്തിരിക്കുന്ന പേപ്പറും പേനയും എടുത്ത് വിഷ്ണു അകത്തേക്ക് പോകുമ്പോൾ ഇതെന്തിനാന്ന് ചോദിക്കുന്നു. അന്നേരം വിഷ്ണു പറയുകയാണ്, അതെ ഒരു സർപ്രൈസ് ഉണ്ട്, കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിരുന്നിട്ട് അതിലെന്തൊക്കെയോ എഴുതുകയാണ് വിഷ്ണു. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്